Virajanagar Junction, Satur, Tirunelveli, Nagarcoil has arrived on platform number 2. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 0105 मुंबई छत्रपति शिवाजी टर्मिनस कन्याकुमारी. ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ മധുരയിലാണ്. മധുരയിൽ നിന്നും നമ്മൾ കൊല്ലത്തിന് പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ വേണ്ടി മധുര സെൻട്രൽ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്, മധുര ജംഗ്ഷനിൽ. അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിന് മധുര ഗുരുവായൂർ 16327 നമ്പറിലുള്ള ട്രെയിൻ പോകാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് രാവിലെ 11:35 ഇവിടുന്ന് മധുരയിൽ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. ഇതിനിയും തിരുപ്പുറക്കുണ്ട്രം, അതുപോലെ തന്നെ തിരുമംഗലം, രാജപാളയം, ചെങ്കോട്ട, അങ്ങനെ ഒരുപാട് സ്റ്റേഷൻസ് ഉണ്ട് ഇവിടുന്ന് പോകുന്ന വഴി. അവിടെ എല്ലാം നിർത്തി നമ്മൾ പോകുന്നത്. കൂടുതൽ നമ്മൾ തിരുപ്പുറക്കുണ്ട്രത്തെത്തി. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ്. ഇവിടെ വളരെ ആ പാറയുടെ മുകളിൽ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് അവിടെ വരാം. മുരുകൻ്റെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണുള്ളത്. അപ്പോൾ പിന്നീട് എപ്പോഴേലും നമുക്ക് അവിടെയും വന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. ഇപ്പോൾ നമ്മൾ മധുരയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്, മധുരയെ പോവുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ കാഴ്ചകളൊക്കെ തന്നെ ഇതേപോലെ പ്രധാനപ്പെട്ട ഫേമസ് ക്ഷേത്രങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. ഒരുപാട് ക്ഷേത്രങ്ങൾ, പുരാതനമായ പള്ളികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. അപ്പോൾ നമുക്ക് പലതും ഈ മഴ സമയത്ത് നമുക്ക് കേരളത്തിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വളരെ നല്ലത് തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പം കൂടുതൽ തമിഴ്നാട്ടിലോട്ട് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ മധുരയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇപ്പം മധുര നമ്മളിങ്ങനെ നാട്ടിലോട്ട് പോവാണ്. ഒരുപാട് ഇപ്പം ഈ റൂട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണ്. നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് പുനലൂർ വരെയുള്ള ആ ഒരു കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒന്നുകൂടെ കണ്ടാൽ പോലും നമുക്കത് മടുപ്പുണ്ടാകത്തില്ല. അപ്പോൾ തിരിച്ച് ഈ ട്രെയിനിലാന്തരം റിസർവേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് കൂടുതലും റിസർവേഷൻ ഇല്ലാത്ത കമ്പാർട്ട്മെൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇരുന്നാണ് പോകുന്നത്, ഒരു തിരക്കുമില്ല. അപ്പോൾ പുനലൂർ ഇറങ്ങുകയാണ്. പുനലൂരിൽ നിന്ന് പിന്നെ ബസ്സിന് തിരുവനന്തപുരത്തിന് പോകാം എന്ന് വിചാരിച്ചാണ് ഇതിൽ കയറിയത്. അല്ലെങ്കിൽ റിസർവേഷൻ ഇല്ലെങ്കിൽ വളരെ യാത്ര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ട്രെയിനിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഗുരുവായൂർ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ട്രെയിൻ സർവീസാണ്. അപ്പം നമ്മളിങ്ങനെ ഓരോ ഭംഗി, തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ ആ ഭംഗി കണ്ടിങ്ങനെ പോകാം എന്ന് വിചാരിക്കുന്നു. ട്രെയിൻ കൃത്യസമയം പാലിച്ച് തന്നെയാണ് ഓടുന്നത്. ഇവിടെ പിന്നെ ക്ലൈമറ്റൊന്നും ചെറിയ ചൂടുണ്ട്, മഴക്കാറുമുണ്ട്, പക്ഷെ മഴ പെയ്യുന്നില്ല. ഈയിടെയെങ്ങും പെയ്തായിട്ട് തോന്നുന്നില്ല. ഇടയ്ക്കെങ്ങാണ് ചെറുതായിട്ട് മഴ പെയ്യും. അങ്ങനെ നമ്മൾ ചെങ്കോട്ട കഴിഞ്ഞ് കേരളത്തിലോട്ടായി. ഇപ്പോഴും 2 എഞ്ചിനിലാണ് പോകുന്നത്. കാരണം ഇവിടുന്ന് മല കയറിയാണ് പോകേണ്ടത്. അപ്പം 2 എഞ്ചിനിലാണ് ഇങ്ങനെ പോകുന്നത്. ബാക്കിലൊരു എഞ്ചിനുണ്ട്, ഫ്രണ്ടിലും എഞ്ചിനുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. പുനലൂർ വരെയും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ പുനലൂർ ചെന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് ഇവിടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് അവിടുന്ന് പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് തിരുവനന്തപുരത്തിന് പോകാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. അതാണ്ട് കാഴ്ചകൾ. ഇങ്ങനെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ട് മഴ പെയ്യുന്നുണ്ട്. വിൻഡോയുടെ സൈഡിൽ ഇരുന്നാണ് ഇതൊക്കെ ചിത്രീകരിക്കുന്നത്. ഡോറിൻ്റെ അവിടെ പോയി നിൽക്കാൻ പേടിയാണ്. കാരണം മഴ പെയ്യുമ്പോഴവിടെ നിന്ന് കഴിഞ്ഞാൽ അപകടമാണ്. ചിലർ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴി പോലെ നമുക്ക് തോന്നും. മലയുടെ ഹൈറ്റിൽ കൂടെ ഭയങ്കര ഹൈറ്റിലാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. തലകറക്കം ഉള്ളവരൊക്കെ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് അപകടം ക്ഷണിച്ച് വരുത്തും. ഓൾറെഡി അവർ പറയുന്നുണ്ട് ഈ റൂട്ടിലൊന്നല്ല ഒരു റൂട്ടിലും ഈ ഡോറിൻ്റെ അടുത്ത് നിന്ന് യാത്ര ചെയ്യുന്നത് അപകടമാണ്. ഇവിടെ പ്രത്യേകിച്ചും ഈ റൂട്ടിൽ. ഇപ്പോൾ നമ്മളിവിടുത്തെ ഏറ്റവും വലിയ ഇത് പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ബാക്കിൽ ഇരുന്നാൽ പോലും നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ട് കാണാൻ പറ്റും, സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുള്ള റൂട്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ പുനലൂർ ലക്ഷ്യമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട കാഴ്ചകൾ കുറച്ചുകൂടെ മഴ ഒന്നുകൂടെ കൂടി അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ റൂട്ടിൽ മഴ സമയത്ത് പോകുന്നതാണ് ഏറ്റവും ഏറ്റവും സൗകര്യമെന്നല്ല, ഏറ്റവും രസകരമായ ഒരു കാഴ്ചകൾ കാണാൻ മഴ സമയത്ത് പോകുന്നതാണ് നല്ലത്. കാരണം അങ്ങ് ദൂരെ മലകളിങ്ങനെ മഴമേഘങ്ങളിങ്ങനെ മലയെ തൊട്ടില്ല എന്ന രീതിയിൽ ഇങ്ങനെ പോകുന്നതും, അതുപോലെ കൃഷിയിടങ്ങളെ, നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളെ
ചെറിയ അരുവികൾ ഇതൊക്കെ കാണാൻ സാധിക്കും യാത്രയിൽ. മഴ സമയത്ത് മാത്രമേ ഈ അരുവികളൊക്കെ കാണാൻ പറ്റുള്ളൂ. മലയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചെറിയ അരുവികളൊക്കെ കാണാം. അങ്ങനെ നമ്മളിങ്ങനെ പുനലൂർ ലക്ഷ്യമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഒരുപാട് നിരവധി സ്റ്റേഷൻസൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചിത്രീകരിക്കുക. നമ്മുടെ ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, പ്രകൃതി ആ ഒരു കാണുന്ന ഭംഗി അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ അത് കണ്ടിങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര കേരളത്തിൽ കൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിൽ തമിഴ്നാട്ടിൽ ചെങ്കോട്ടയൊക്കെ വന്നപ്പം കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേരളത്തിലോട്ടായപ്പോഴത്തേന് കുറച്ച് തിരക്ക് കുറഞ്ഞു. പക്ഷേ എന്നാലും എല്ലാവർക്കും ഇരുന്ന് പോരാനുള്ള തിരക്കേ ഉള്ളൂ. അല്ലാതെ ആരും കേരളത്തിലെ ട്രെയിനൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ തൊട്ട് നിന്ന് പോരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തമിഴ്നാട്ടിലോട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഈ കൊല്ലത്തു നിന്നുള്ള ട്രെയിനൊക്കെ പോകുന്നത് വളരെ സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മൾ പുനലൂരോട്ട് പോവുകയാണ്. നമുക്ക് ട്രെയിൻ യാത്രകൾ കൂടുതൽ നമുക്കിനി യാത്ര ചെയ്യുമ്പോൾ എല്ലാ ട്രെയിൻ യാത്രകളും നമുക്ക് കാണിക്കാം. അപ്പം നമ്മുടെ കേരളത്തിലെ ട്രെയിനിൻ്റെ ഒരു സ്വഭാവവും തമിഴ്നാടും അതേപോലെ മറ്റ് സ്റ്റേറ്റുകളിലെ ട്രെയിനൊക്കെ നമുക്കൊന്ന് കണ്ട് അവിടുത്തെ യാത്രകളും അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ട് വിലയിരുത്താം. അതുകൊണ്ട് നമ്മൾ തുരങ്കത്തിലോട്ട് ഇപ്പോൾ കയറുകയാണ്. കുറേയേറെ തുരങ്കങ്ങളുണ്ട് ഈ യാത്രയിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ കൊങ്കൺ റെയിൽവേ കൂടെ പോകുന്നൊരു അനുഭവമാണ് ഇതുവഴി പോകുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ വളരെ ഹൈറ്റിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ മലകളെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇതേ കാഴ്ചകൾ തന്നെ കണ്ടതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നു. സമയം ഇപ്പോൾ ഏതാണ്ട് 5:30 ആയി. പുനലൂർ അടുക്കാറായി. കൃത്യസമയത്ത് തന്നെയാണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ബാക്കിൽ ഇരിക്കുന്നവരെ കാണാം. ബാക്കി ഇരിക്കുന്നവരെ അല്ല, ട്രെയിൻ കാണാം. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പുനലൂർ അടുക്കാറായിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത യാത്രകൾ, ട്രെയിൻ യാത്രകൾ നമുക്ക് എല്ലാം കാണാം. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോ ആണ്. നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അതുകൊണ്ടാണ് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അങ്ങനെ നമ്മൾ ഏതാണ്ട് പുനലൂർ അടുത്തിരിക്കുകയാണ്. പുനലൂർ ഇറങ്ങി ഇനി നമ്മളിവിടുന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ ചെന്ന് നമ്മൾ ബസ് കയറി ട്രിവാൻഡ്രത്തിന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയും എല്ലാവരും കാണുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതിന് വരെ ഓക്കെ, ബൈ ബൈ.